السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقيموا الصلاة وآتوا الزكاة صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ഘടകങ്ങളിൽ, ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സ്വലാത്ത്, നിസ്കാരം എന്നത്. അതെല്ലാ രീതിയിലുള്ള നിസ്കാരവും അതിൽപ്പെടും. നിസ്കാരത്തിന്റെ മഹത്വങ്ങളെയും നിസ്കാരം ഉപേക്ഷിച്ചാലുള്ള അതിന്റെ ദോഷ്യഫലങ്ങളെയും ഒക്കെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരും ഒക്കെ ആയിരിക്കാറുണ്ട്. എങ്കിലും നിസ്കാരത്തെ കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, ഒരാൾ ഒരു നിസ്കാരത്തിന് മനഃപൂർവ്വമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ, മനഃപൂർവ്വം അവൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോകുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. ഒരു അമുസ്ലിമിനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്നത് പോലും പലപ്പോഴും നമ്മൾ ഇസ്ലാമിക പേരുണ്ടായാൽ, മുസ്ലിം നാമം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഒരു ഇസ്ലാമിക് അറബിക് നെയിം പേര് അവൻ വെച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി എന്ന തലത്തിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കാറുള്ളത്. നിസ്കാരത്തിന്റെ കാര്യത്തെ നമ്മൾ പല രൂപത്തിലാണ് ചിത്രീകരിക്കുക. ചില ആളുകൾ മനസ്സിലാക്കി എക്സ് ഗൾഫായി കഴിഞ്ഞാലാണ് നിസ്കാരം നിർബന്ധമാവുക എന്ന്. കുറച്ചാളുകൾ മനസ്സിലാക്കി 40 വയസ്സിന് ശേഷമാണ് എനിക്ക് നിസ്കരിക്കൽ നിർബന്ധമുള്ളൂ എന്ന് മനസ്സിലാക്കി. ചില ആളുകൾ മനസ്സിലാക്കി എന്റെ താടിയും തലയും ഒക്കെ നരയ്ക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നിസ്കാരം അപ്പോഴാണ് നിർബന്ധമല്ലെങ്കിൽ അങ്ങനെയാണ് സ്വാഭാവികമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയായത് മുതൽ ഒരു മനുഷ്യന് പ്രായപൂർത്തിയായത് മുതൽ ബുദ്ധിയും ശുദ്ധിയുമുള്ള കാലമൊക്കെയും അവൻ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച നിസ്കാരത്തിനെയാണ് പല രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വക്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, അങ്ങനെയാണെങ്കിൽ 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇന്ന് ളുഹർ നിസ്കരിക്കുമ്പോൾ അവൻ അതിന്റെ കൂടെ സുന്നത്ത് നിസ്കരിക്കുന്നതിനോട് കൂടെ തന്നെ ഒരു 4 റക്അത്ത് ളുഹർ കൂടെ നിസ്കരിക്കണം. കാരണം അവൻ 15 അല്ലെങ്കിൽ അവന്റെ പ്രായപൂർത്തി എന്ന് മുതലാണോ അന്ന് മുതലുള്ള നിസ്കാരത്തിനെ കാൽക്കുലേഷൻ ചെയ്ത് അവൻ ഖദാ കിട്ടിയില്ലെങ്കിൽ പടച്ചറപ്പിന്റെ കോടതിക്ക് മുമ്പിൽ ഈ നിസ്കാരം കൊണ്ട് കാര്യമില്ലാതെയാകുമെന്ന് പറയുന്നത് അക്ഷരം പ്രതി മുഹമ്മദുൽ മുസ്തഫയാണ്. ചില ആളുകളാണെങ്കിൽ നിസ്കാരം വഖത്തിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം വർഷത്തിൽ പോലും നിസ്കരിക്കാത്താണ്. ജുമുഅക്ക് മാത്രമാണ് നിസ്കാരമുള്ളൂ എന്ന് അവന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉപബോധ മനസ്സിൽ അവൻ കയറ്റി വെച്ച ചില ആളുകൾ വർഷത്തിൽ ഒരു പെരുന്നാൾ മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ എന്ന് ചിത്രീകരിക്കുന്ന ചില ആളുകൾ. എല്ലാവർക്കും അറിയാം നിസ്കാരം നിർബന്ധമാണെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒരു യാത്രയിൽ നിസ്കരിക്കേണ്ടതില്ല, അല്ല നിസ്കരിക്കണമെന്ന് അവര് കൃത്യമായിട്ട് അറിയാം, അവർ നിസ്കരിക്കലില്ല. തന്റെ മക്കളെ ബാംഗ്ലൂര്, കോയമ്പത്തൂര്, മൈസൂര് അല്ലെങ്കിൽ
ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ നിസ്കാരത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നില്ല. ഒരു മനുഷ്യൻ നിസ്കരിച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ തന്നെയാണ്. നമുക്ക് അയിത്തങ്ങളൊന്നുമില്ല. മറ്റു മതങ്ങളിൽ ഹൈദ് ഉണ്ടായാൽ നിഫാസ് ഉണ്ടായാൽ അയിത്തങ്ങളുണ്ട്, മാറ്റി വെക്കണം. അവരെ ഒരു റൂമിലേക്ക് അങ്ങനെയൊക്കെ ചില പതിവുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതും ആ മതത്തിൽ. പക്ഷേ ഇസ്ലാമിന്റെ മതത്തിൽ അതില്ലെങ്കിലും നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ ചേർത്ത് വെക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ്. അത് എല്ലാത്തിലും അങ്ങനെയാണ്. അത് കുടുംബത്തിലാവട്ടെ, ഇസ്ലാമിക ഭരണകൂടങ്ങളിലാവട്ടെ, ഇസ്ലാമിക മറ്റുള്ള കാര്യങ്ങളിലാവട്ടെ, ഒരു വിഷയത്തിന്റെ മുന്നിൽ നിൽക്കുന്നവനാവട്ടെ, എല്ലാത്തിലും നിസ്കാരം മുൻഗണനയാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ നബി. എന്താ കാരണം? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബ്ദു ഫീ ഐനി വഖ്തിഹാ സഅദത ഇല സമാഇ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മൾ ജുമാ നിസ്കരിക്കാൻ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരത്തിന് ആകാശമാന ലോകത്തേക്ക് നിസ്കാരത്തിന് കൊണ്ടുപോകും. അത് എങ്ങനെയാണ്? അത് കൃത്യമായിട്ട് ആ വഖത്തിന് നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നിസ്കാരം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, തന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്ന വലിയൊരു സന്ദർഭമുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, വല്ലാതെ ബേജാറായി പോകുന്ന ഒരു വിഷയമാണ്. ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഓഫീസിലേക്ക് കയറി പോകുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയെ ആ മാനേജ്മെന്റ് അളക്കും. ആ മാനേജ്മെന്റ് അളക്കുന്നേ അതുപോലെ തന്നെ ഞാൻ ഈ പള്ളിയിൽ സേവനം ചെയ്യുന്ന ഒരു ഹാദിമാണ്. എന്റെ ക്വാളിറ്റിയെ നിങ്ങൾ അളക്കും, എന്റെ വസ്ത്രത്തിനെ നിങ്ങൾ അളക്കും, എന്റെ രൂപത്തിനെ, എന്റെ സംസാരത്തിനെ, എന്റെ സ്വഭാവത്തെ, എന്റെ ഇടപെടലുകളെ ഒക്കെ നിങ്ങൾ അളക്കും. അത് സ്വാഭാവികമാണ്. അളക്കുന്നതിൽ കുറവ് വന്നാൽ ചൂണ്ടിക്കാണിക്കുകയുമാണ്. അങ്ങനെ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പോവുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. തന്റെ സഹധർമ്മിണി വീട്ടിലുണ്ട്. വീട്ടിലുള്ള സഹധർമ്മിണി മനുഷ്യൻ നിസ്കരിക്കാത്ത മനുഷ്യനാണെന്ന് കരുതിയപ്പോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിസ്കരിക്കാത്ത ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയപ്പോ ആ മനുഷ്യന് മോശമായ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുക. ഒരു വന്ന അതിഥി നിസ്കരിക്കാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് മോശമായ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാമോ? ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിൽ കാഫിറാണെങ്കിൽ മോശമായ ഭക്ഷണത്തിൽ, മോശമായ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഒരു ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, ജൂതനാവട്ടെ, സിഖുകാരനാവട്ടെ, മറ്റ് ഏത് മതക്കാരനാണെങ്കിലും തന്റെ വീട്ടിലേക്ക് വരുമ്പോ ആതിഥേയത്വ സൽക്കാരം എന്നത് ഒരു മനുഷ്യന്റെ ഉള്ളതിൽ മര്യാദയാണ്. പക്ഷേ ഒരു നിസ്കരിക്കാത്ത ഒരാൾ വരുമ്പോ അവിടെ ഇസ്ലാം കർശനമായി വിരോധിച്ചു. ആലോചിച്ച് നോക്ക്, മോശമായ പാത്രത്തിൽ ഭക്ഷണം കൊടുത്തപ്പോ തിരിച്ച് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ അതിഥി എവിടെ? എന്റെ അതിഥി എവിടെ? അവിടെ നിന്ന് ഭാര്യ പറഞ്ഞു, ആ മനുഷ്യൻ നിസ്കരിക്കാത്ത ആളായപ്പോ ഞാൻ മോശമായ പാത്രത്തിൽ, ആ മോശമായ പാത്രത്തെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അത് കുറച്ച് കടുപ്പമേറിപ്പോകും. ആ മോശമായ പാത്രത്തിൽ ഞാൻ ഭക്ഷണം കൊടുത്തപ്പോ ആ ഭക്ഷണം അയാൾക്ക് പറ്റാതെ തിരിച്ചുപോയി എന്ന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറയാൻ ചെയ്തത് ഭാര്യയാണ്. സ്വാഭാവികമായി ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ദേഷ്യം വരുമോ? നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ ചരിത്രത്തിനെ. ദീനിലെ പ്രസക്തമായ ചരിത്രമല്ലേ? മഹാനവറുകൾ ചോദിച്ചു, ആ പാത്രം എന്നിട്ട് എവിടെയാണ് തിരിച്ചു കൊണ്ടുപോയി വെച്ചത്? ആ പാത്രം നീ എവിടെയാ തിരിച്ചു കൊണ്ടുപോയി വെച്ചത് എന്ന് ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ വളരെ വിഷമത്തോടെ, പ്രയാസത്തോടെ, എന്റെ ഭർത്താവ് എന്നെ ആക്രമിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് ഞാൻ നമ്മുടെ വീട്ടിന്റെ അയൽപക്കത്തുള്ള ഒരു ഹൈന്ദവന്റെ വീട്ടിലുള്ള നായക്ക് മുമ്പിൽ, കൽബിന്റെ മുമ്പിൽ അത് കൊണ്ടുപോയി വെച്ചൊരു മോശമായ പാത്രമാണല്ലോ. ഇമാമുകൾ ചോദിച്ചു, നീ എന്ത് പണിയാ കാട്ടിയത്? ഇമാമുകൾ ചോദിച്ചു, നീ എന്ത് പണിയാ കാട്ടിയത്? ആ പാത്രം ആ നായയുടെ മുമ്പിൽ നിന്ന് തിരിച്ചുകൊണ്ട് കൊണ്ടുപോവാ. അങ്ങനെ ആ പാത്രം തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോ നമ്മളൊക്കെ ചിന്തിച്ച് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും, ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഇവൾ ചെയ്തത്, ഭാര്യ ചെയ്തത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തതെന്നാണ്. പക്ഷേ ഇമാമുന
അൻഹു ക്രോധമായിക്കൊണ്ട് ക്ഷുഭിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, ഒരു നിസ്കരിക്കാത്ത മനുഷ്യന്റെ മുമ്പിലേക്ക് നീട്ടിവെച്ച പാത്രത്തിന് നായക്ക് മുമ്പിൽ പോലും കൊണ്ടുപോയി വെക്കുന്നത് വലിയ പാതകമാണെന്ന് പഠിപ്പിച്ച പിൻതലമുറക്കാരാണ് മനുഷ്യരെ നമ്മൾ. നിസ്കരിക്കാത്ത മകന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അവനോട് നിസ്കരിച്ച മോനെ എന്നെങ്കിലും ചോദിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് വേണം. നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ വീട്ടിലേക്ക് കയറ്റുമ്പോ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ ആരോട്ടെ ഒരു മുസ്ലിം എന്ന നാമധാരിയുടെ ക്വാളിറ്റി അങ്ങനെയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, മുസ്ലിം എന്ന പേരിലല്ലേ നമ്മൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗവും മറവ് ചെയ്യുന്നത്. ആ മുസ്ലിമിന്റെ ക്വാളിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി നിസ്കാരമാണ്. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ അയാൾക്ക് മതത്തിന്റെ പുറത്തുനിന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താ കാരണം? നിസ്കാരം ഒരു മനുഷ്യന്റെ ദുആ കൂടിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ മുസ്തഫ. നമ്മുടെ നാടുകളിൽ കാണുന്ന മതക്കാർ കൂടുതലും ഹൈന്ദവ മതമല്ലേ, ക്രൈസ്തവ മതമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിചിന്തനം നടത്തി നോക്ക്, അതിനെക്കുറിച്ച് പഠിച്ചു നോക്ക്. ഒരു മതത്തിലും ആരാധനയും പ്രാർത്ഥനയും ഒന്നല്ല. ആരാധനയും പ്രാർത്ഥനയും ഒന്നല്ല. ഒരു മതത്തിലും അവർ ആരാധന വേറെയാണ്, അവരുടെ പ്രാർത്ഥന വേറെയാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മഅന പോലും അസ്സലാ എന്ന് പറഞ്ഞാൽ മഅന ദുആ. നിസ്കാരം ദുആ ആണ്. അതുകൊണ്ടാണ് 17 തവണയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ദുആവും ആരാധനയുമാണ് ഇസ്ലാമിന്റെ പ്രത്യേകമായി മറ്റുള്ള മതത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇനി നിസ്കാരമോ, നിസ്കരിക്കുന്ന ആളുകൾ, നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തവദ്ദ കമാ ഉമിറ വസല്ല കമാ ഉമിറ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമൽ. അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ വുദൂ ചെയ്യുമ്പോൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ വുദൂ ചെയ്യാതെ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ? ഹറാമാണ്. ഒരാൾ വുദൂ ചെയ്യാതെ നിസ്കരിച്ചാൽ ഹറാമാണെങ്കിൽ ഒരാൾ വുദൂ ശരിയായില്ലെങ്കിലും ആ നിസ്കാരം ഹറാമാണ്. അത് ചില സമയങ്ങളിൽ വുദൂ പോലും വേണ്ട എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇന്നിപ്പോ നമ്മൾ നിസ്കാരത്തിലേക്ക് വരുമ്പോ വുദൂ ചെയ്യാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ഹറാമാണെന്ന്. നിസ്കരിച്ചു എന്നതോ നിസ്കരിക്കാത്ത എന്നതിനപ്പുറം നിസ്കരിക്കുന്നവന് ഹറാമിന്റെ ഹുക്മാണെന്ന് ശാഫി മദ്ഹബ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വുദൂ ശരിയായാലോ, ഒരാൾ വുദൂ ചെയ്യേണ്ടതുപോലെ വുദൂ ചെയ്താൽ, കമാ ഉമിറ, അങ്ങനെ പറഞ്ഞ കമാ ഉമിറ കൽപ്പിക്കപ്പെട്ടതുപോലെ, വസല്ലാ കമാ ഉമിറ, ഒരാൾ നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ നിസ്കരിച്ചാൽ അല്ലാഹു പറയുന്ന ഒരു കൂലി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമൽ. അവൻ മുൻപ് ചെയ്തു പോയ ചെറുതായ വലുതായ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. നിസ്കാരം ഖദാ അവൻ ചെയ്യുന്ന നിസ്കാരത്തിനെ, ചെയ്യുന്ന വുദൂഇനെ കൃത്യമായിട്ട് അവൻ വുദൂ എടുക്കണം. അതെങ്ങനെയാ? വുദൂഇന്റെ പരിപൂർണമായ രൂപങ്ങളുണ്ട്, നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് ആ രൂപത്തിലേക്ക് നമ്മൾ എത്തുമ്പോ നമ്മുടെ കഴിഞ്ഞുപോയ അമലുകൾ പോലും അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് വിശാലമായ പള്ളിയാണ്. നമ്മുടെ മഹല്ലിൽ 2000 ചില്ലാനം വീടുകൾ വരുന്ന മഹല്ലാണ്. പക്ഷേ ദൗർഭാഗ്യകരം, ഖേദകരം, സങ്കടകരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളിൽ എത്ര പേര് ജമാഅത്തിന് വരുന്നുണ്ട്? ഞാൻ പറയുന്ന കൃത്യമായ ബോധത്തോടെ ഒരു ഹദീസിൽ പറയുന്ന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പള്ളി പരിസരത്തുണ്ടായിട്ട് പോലും അവൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാകുമോ എന്നല്ല, ആ നിസ്കാരം സ്വീകരിക്കുമോ എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ നമ്മൾ കപടന്മാരല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ നാടിലുള്ള ഒരു മുതലാളിയുടെ കുടിയിരിക്കൽ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ നമ്മൾ പോയില്ല എങ്കിൽ അത് വലിയ ക്ഷീണമാണ്. ആതിഥേയത്വ സൽക്കാരത്തിന് പോയില്ല എങ്കിൽ പിന്നെ അവർ മിണ്ടൂലാതെ. 5 തവണ പള്ളിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. മുതലാളിയുടെ ക്ഷണത്തിനെ നിരസിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ അല്ലാഹുവിന്റെ ക്ഷണമാണ് ഹയ്യ അലസ് സലാം, നിസ്കാരത്തിലേക്ക് വരണേ എന്ന്. ഇത് ആര് പറഞ്ഞതാ? ഇവിടെ മുഹദ്ദിൻ ഉസ്താദ് ഇത് പറയുന്നുവെങ്കിലും, ഇത് ചെല്ലുന്നുവെങ്കിലും, വിളിക്കുന്നുവെങ്കിലും ഇത് പറഞ്ഞത് മുഹമ്മദുൽ മുസ്തഫയാണ്. ആര് പറയിപ്പിച്ചതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടാവായ റബ്ബാണ്. ഈ സൃഷ്ടാവായ റബ്ബിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സൃഷ്ടാവായ റബ്ബിലുള്ള വിശ്വാസം പ്രസവിച്ച കുട്ടിക്ക് മുസ്ലിം നാമപ്പെടൽ മാത്രമല്ല, മറിച്ച്
പടച്ചറപ്പിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ അതേ റബ്ബ് പഠിപ്പിക്കുകയാണ് അത് റബ്ബിന്റെ വിളിയാണ്. നിസ്കാരത്തിലേക്ക് വരുവീൻ, നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് 5 തവണ അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിയാണ് കേൾക്കുമ്പോ ആതിഥേയത്വം നമ്മൾ സ്വീകരിക്കാതെ അള്ളാന്റെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മൾ തയ്യാറാവാതെ ഇരിക്കുന്നവർ ഇതൊരു ക്ഷണത്തിന് നിരസിക്കല് പോലുമാണ്. ഒരു മുതലാളിയുടെ ക്ഷണത്തിന് നിരസിച്ചാൽ ഒരു സൃഷ്ടികൾ പരസ്പരം എന്തൊക്കെ ഉണ്ടാകുമോ, എന്തൊക്കെ പോരുകൾ ഉണ്ടാകുമോ, എത്രത്തോളം അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്, എത്രത്തോളം അവൻ ദേഷ്യത്തോടെ കോപത്തോടെ ക്ഷുഭിതനായി പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഈ ക്ഷണത്തെയും അതുപോലെ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടുകൂടെ ഒന്നുകൂടെ ചേർത്ത് പറയുകയാണ്, നമ്മുടെ പള്ളി വിശാലമായ പള്ളിയാണ്. ഈ പള്ളിയിൽ ഒരുപാട് മയ്യിത്ത് നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. തന്റെ അഭിനകാരനാണെങ്കിൽ മാത്രം മയ്യിത്ത് നിസ്കരിക്കാൻ പോകുക എന്ന എന്തോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൂടിയ എന്തോ ഒരു തെറ്റിദ്ധാരണ, അങ്ങനെയൊന്നുമില്ലാതെ ഈ സിസ്റ്റത്തിനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ പള്ളി നിറയെ ഒരു മയ്യിത്ത് വരുമ്പോ എത്ര തിരക്കാണെങ്കിലും പള്ളി നിറയെ അല്ലാഹുമ്മ ഗഫർ ലഹു എന്ന് മയ്യിത്തിന്റെ അടുത്തു നിന്ന് പറയാനത്തക്ക വിധം ആള് വരുന്ന ഒരു സിസ്റ്റത്തിനെ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നിന്റെ ഉപകാരം ആർക്കാണ്? നിന്റെ ഉപകാരം ആർക്കാണ്? എനിക്ക് ഓരോരുത്തർക്കുമാണ്. അവർ മരിക്കുന്ന സമയത്തും ഈ സിസ്റ്റം എവിടെ ഉണ്ടാകും? ഇത്രയും ആളുകൾ കൂടും, ഇത്രയും ആളുകൾ 100 കണക്കിന് 200 കണക്കിന് 300 കണക്കിന് ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫർ ലഹു ഇവനെ നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ജനാസ നിസ്കാരത്തിന് നമ്മുടെ പള്ളികളിൽ ഒരു മനുഷ്യന്റെ തന്റെ മഹലിൽ തന്റെ കൂടെ താൻ അറിയാതെയോ അറിഞ്ഞിട്ടോ തന്റെ മഹലിൽ തന്റെ മണ്ണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മയ്യിത്ത് നിസ്കാരത്തിന് ജനാസ നിസ്കാരത്തിനെങ്കിലും നമ്മൾ കൂടാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവന്റെ ജനാസയുടെ കൂടെ നടക്കാൻ, അവന്റെ ജനാസയോട് കൂടെ നടക്കാൻ മരിച്ചാൽ വെറും ഖബറടക്കൽ മാത്രം മതി എന്ന വെറും ജാള്യത തോന്നിപ്പോകുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മരിച്ചാൽ ആ മയ്യിത്ത് നിസ്കാരത്തിന് ജനാസയുടെ കൂടെ അനുഗമിക്കുന്നത് ഇതെല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റങ്ങളെ, നമ്മുടെ മഹല്ലിലെ, നമ്മുടെ പള്ളിയിലെ സിസ്റ്റങ്ങളെ മാറ്റി ഒരു വരും തലമുറക്ക്, ഒരു പുതിയ തലമുറക്ക് മാതൃകയാകും വിധം നിസ്കാരത്തിന് പള്ളിയിൽ ആളുകൾ കൂടട്ടെ. മഗ്രിബിന് മുമ്പ് തസ്ബീഹിന് നമ്മുടെ മക്കൾ വന്ന് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് ചൊല്ലുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തിപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.